മലയാളികളിൽ ആർക്കും തന്നെ മറക്കാനാവാത്ത ഒന്നായിരുന്നു ഷഹബാസിന്റെ കൊലപാതകം. താമരശ്ശേരി ഷഹബാസ് വധക്കേസിൽ പ്രതികളായ 6 വിദ്യാർത്ഥികൾക്ക് ജാമ്യം അനുവദിച്ച് ഹൈക്കോടതി. ജാമ്യം നൽകിയെങ്കിലും പ്രതികൾക്ക് മറ്റു കുറ്റകൃത്യങ്ങൾ ഏർപ്പെടരുത്, അന്വേഷകരോട് സഹകരിക്കണം തുടങ്ങിയ ജാമ്യ വ്യവസ്ഥകൾ മുന്നോട്ട് വെച്ചാണ് ഹൈക്കോടതി പ്രതികളായ വിദ്യാർത്ഥികൾക്ക് ജാമ്യം അനുവദിച്ചത്. 50,000 രൂപ ബോണ്ട് കെട്ടിവെക്കാനും സാക്ഷികളെ സ്വാധീനിക്കരുത് എന്നും ജാമ്യം വിധിയിൽ നിർദ്ദേശമുണ്ട്. വിദ്യാർത്ഥികളെ മാതാപിതാക്കളുടെ ജാമ്യത്തിൽ വിട്ടയക്കാനാണ് ഉത്തരവ്. ഇവരെ ഒബ്സർവേഷൻ ഹോമിൽ നിന്നും വിട്ടയക്കും. ജസ്റ്റിസ് കാരുണ്യയുടെ ബെഞ്ചാണ് ജാമ്യ ഹർജിയിൽ വിധി പറഞ്ഞത്. ക്രിമിനൽ സ്വഭാവമുള്ള കുട്ടികൾക്ക് ജാമ്യം അനുവദിക്കരുത് എന്ന് ഷഹബാസിന്റെ പിതാവ് കോടതിയിൽ ഉന്നയിച്ചു. ഗൗരവകരമായ കുറ്റകൃത്യമാണെന്ന് കോടതിയും നിരീക്ഷിച്ചിരുന്നു. എന്നാൽ വിദ്യാർത്ഥികളുടെ 10ാം ക്ലാസ് പരീക്ഷാഫലം പ്രസിദ്ധീകരിക്കാനും അവർക്ക് തുടർ പഠനത്തിനും കോടതി അവസരമൊരുക്കി. ഫെബ്രുവരി 28-നാണ് ട്യൂഷൻ സെന്ററിലെ കലാപരിപാടി ചൊല്ലിയുണ്ടായ സംഘർഷത്തെ തുടർന്ന് ഷഹബാസിനെ സഹവിദ്യാർത്ഥികൾ ക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തിയത്. നടപടി വേദനാജനകമാണെന്ന് ഷഹബാസിന്റെ പിതാവ് അക്ബർ പ്രതികരിച്ചു. ആരോപണ വിധേയരെ സർക്കാർ സംരക്ഷിക്കുമെന്നും അദ്ദേഹം ആരോപിച്ചു. നേരത്തെ കുറ്റാരോപിതരായ 5 വിദ്യാർത്ഥികൾ +1 പ്രവേശനം നേടിയിരുന്നു. ഹൈക്കോടതിയുടെ അനുമതിയോടെയാണ് വിദ്യാർത്ഥികൾ പ്രവേശനം നേടിയത്. വെള്ളിയാഴ്ച മാടുക്കുന്നിലെ ഒബ്സർവേഷൻ ഹോമിൽ നിന്ന് 96 ദിവസത്തിന് ശേഷമാണ് +1 പ്രവേശനത്തിനായി ഇവർ പുറത്തിറങ്ങിയത്. 5 പേരിൽ 3 പേർ താമരശ്ശേരിയിലെ ഒരു സർക്കാർ സ്കൂളിലും മറ്റു 2 പേർ കോഴിക്കോട് നഗരത്തിലെ തീരപ്രദേശത്തുള്ള 2 സ്കൂളിലുമാണ് പോയത്. താമരശ്ശേരിയിൽ അലോട്ട്മെന്റ് ലഭിച്ച 2 പേർ താൽക്കാലികമായും ഒരാൾ സ്ഥിരപ്രവേശനമായുമാണ് നേടിയത്. ഈ വർഷം ഫെബ്രുവരി 28-ന് താമരശ്ശേരിയിൽ വിദ്യാർത്ഥികൾക്ക് ചേരിതിരിഞ്ഞുണ്ടായ സംഘർഷത്തിനിടെ തലയിൽ ഗുരുതര പരിക്കേറ്റ ഷഹബാസ് മാർച്ച് 1-ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെന്റിലേറ്ററിൽ ചികിത്സയിലാണ് മരിച്ചത്. എല്ലാവിധ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല.